മലയാള സിനിമയിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന് ദുൽഖർ സൽമാൻ, നിവിൻ പോളി എന്നിവരെ പോലെ വലിയൊരു മാസ് ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു ലൂയൽ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ സാധിക്കാത്തത്? കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പാളിപ്പോകുന്ന സിനിമാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. സിനിമയെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുകയും അറിവുണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ, സർസമീൻ പോലുള്ള അന്യഭാഷാ ദുരന്തങ്ങളിൽ പോയി തലവെക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമകളായ നോബഡി, എമ്പുരാൻ, സർസമീൻ, വിലായത്ത് ബുദ്ധ, ഗുരുവായൂർ അമ്പലനടയിൽ, ബഡേ മിയാൻ ചോട്ടെ മിയാൻ, ആടുജീവിതം, സലാർ പാർട്ട് 1, സീസ്ഫയർ, കാപ്പ, ഗോൾഡ്, കുമാരി, തീർപ്പ്, കടുവ, ജനഗണമന, ബ്രോ ഡാഡി, ഭ്രമം, കോൾഡ് കേസ്, കുരുതി, സ്റ്റാർ, അയ്യപ്പനും കോശിയും എന്നിവ എടുത്തു പരിശോധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമാകും. ഇതിൽ അയ്യപ്പനും കോശിയും, ബ്രോ ഡാഡി, ഗുരുവായൂർ അമ്പലനടയിൽ പോലുള്ള ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് ഫാമിലി ഓഡിയൻസ് ഒന്നിച്ച് ഏറ്റെടുത്തത്. ക്ലാസ് ആയിട്ടുള്ള ചിത്രങ്ങളിൽ ആടുജീവിതം, ജനഗണമന മികച്ചതാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ബാക്കിയുള്ള സിനിമകൾ എടുത്തുനോക്കൂ, ഫാമിലിക്കും ഫാൻസിനും ആർക്കും ഒട്ടും ഇഷ്ടപ്പെടാത്ത ടൈപ്പ് സിനിമകളാണ് ഇതിൽ മിക്കതും. തിയേറ്ററിൽ ഒന്നൊന്നര ബോംബുകളായി മാറിയ ചിത്രങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും.